വിശുദ്ധമായ സംസാരത്തിനായുള്ള പ്രാർത്ഥന. യഹോവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ അടുത്തേക്ക് വേഗം വരേണമേ. എന്റെ വായ്ക്കൊരു കാവൽക്കാരനെ വെക്കണമേ, എന്റെ അധരങ്ങളുടെ വാതിൽ കാക്കണമേ. ദോഷമായ ഒന്നിനും എന്റെ ഹൃദയം ചായ്ക്കരുതേ. തിന്മ പ്രവർത്തിക്കുന്നവരോടുകൂടെ ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ എന്നെ സമ്മതിക്കരുതേ. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയയും അവൻ എന്നെ ശാസിക്കുന്നത് എണ്ണയും പോലെയാകട്ടെ. നേരായ വഴി കാണാനുള്ള പ്രാർത്ഥന. കർത്താവായ യഹോവേ, എന്റെ കണ്ണുകൾ അങ്ങയിലേക്കാകുന്നു. അങ്ങയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. എന്റെ പ്രാണനെ അനാഥമാക്കരുതേ. ശത്രുക്കൾ എനിക്കായി വെച്ചിരിക്കുന്ന കെണികളിൽ നിന്നും തിന്മ പ്രവർത്തിക്കുന്നവരുടെ ചതിക്കുഴികളിൽ നിന്നും എന്നെ കാക്കണമേ. എന്റെ വഴികൾ അങ്ങേക്കറിയാമല്ലോ. ഞാൻ നടക്കുന്ന പാതയിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വലകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. തടവറയിൽ നിന്നുള്ള വിടുതലിനായുള്ള പ്രാർത്ഥന. ഞാൻ എന്റെ ശബ്ദമുയർത്തി യഹോവയോട് നിലവിളിക്കുന്നു. കർത്താവിനോട് എന്റെ യാചന അപേക്ഷിക്കുന്നു. ഞാൻ എന്റെ സങ്കടം അങ്ങയുടെ മുൻപിൽ പകരുന്നു. വലത്തുഭാഗത്തേക്ക് നോക്കിയാലും എന്നെ അറിയുന്നവർ ആരുമില്ല. എനിക്ക് അഭയസ്ഥാനമില്ലാതായിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് എന്റെ സങ്കേതമാകുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് നീ എന്റെ ഓഹരിയാകുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ തടവിൽ നിന്ന് വിടുവിക്കണമേ. ആത്മീയ ദാഹത്തിനായുള്ള പ്രാർത്ഥന. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ യാചന ശ്രദ്ധിക്കണമേ. അങ്ങയുടെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരം നൽകണമേ. ഉണങ്ങിയ നിലം പോലെ എന്റെ പ്രാണൻ അങ്ങയ്ക്കായി ദാഹിക്കുന്നു. എന്റെ ആത്മാവ് തളർന്നിരിക്കുന്നു. വേഗത്തിൽ എനിക്ക് ഉത്തരം നൽകണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ ദയ എന്നെ കേൾപ്പിക്കണമേ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണ പ്രാർത്ഥന. കർത്താവെ, ശത്രുക്കളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അങ്ങയുടെ മറവിൽ ഞാൻ ഒളിക്കുന്നു. അങ്ങയുടെ ഹിതം പ്രവർത്തിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അവിടുന്ന് എന്റെ ദൈവമാകുന്നു. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നേരായ വഴിയിൽ നടത്തട്ടെ. കർത്താവെ, അങ്ങയുടെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. അങ്ങയുടെ ദയയാൽ എന്റെ വിരോധികളെ നീക്കിക്കളയണമേ. ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. ദൈവത്തിന്റെ ബലത്തിനായുള്ള പ്രാർത്ഥന. എന്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് എന്റെ കൈകളെ യുദ്ധത്തിനും വിരലുകളെ പോരാട്ടത്തിനും അഭ്യസിപ്പിക്കുന്നു. അവിടുന്ന് എന്റെ ദയയും കോട്ടയും ഉയർന്ന ഗോപുരവും വിടുവിക്കുന്നവനും ആകുന്നു. ഞാൻ ആശ്രയിക്കുന്ന എന്റെ പരിച അവിടുന്ന് തന്നെ. അവിടുന്ന് എന്റെ ജനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തരുന്നു. മനുഷ്യനെ അവിടുന്ന് ഓർക്കുവാൻ അവൻ എന്തുമാത്രം! അവനെ വിചാരിക്കുവാൻ മനുഷ്യപുത്രൻ ആർ? ദൈവത്തിന്റെ വലുപ്പത്തിനായുള്ള പ്രാർത്ഥന. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവിടുത്തെ മഹത്വം ഗ്രഹിക്കാവതല്ല. ഒരു തലമുറ മറ്റൊരു തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പുകഴ്ത്തി പറയും. അങ്ങയുടെ വീര്യപ്രവൃത്തികളെ അറിയിക്കും. അങ്ങയുടെ തേജസ്സുള്ള മഹത്വത്തെയും അത്ഭുതങ്ങളെയും ഞാൻ ധ്യാനിക്കും. അങ്ങയുടെ വലിയ നന്മയുടെ ഓർമ്മയെ അവർ പ്രസ്താവിക്കുകയും അങ്ങയുടെ നീതിയെക്കുറിച്ച് സന്തോഷത്തോടെ പാടുകയും ചെയ്യും. ദൈവത്തിന്റെ കരുണയ്ക്കായുള്ള പ്രാർത്ഥന. യഹോവ കൃപയും കരുണയുമുള്ളവൻ. അവിടുന്ന് വേഗത്തിൽ കോപിക്കാത്തവനും മഹാദയുള്ളവനുമാകുന്നു. യഹോവ എല്ലാവർക്കും നല്ലവൻ. അവിടുത്തെ കരുണ തന്റെ സകല പ്രവൃത്തികളുടെയും മേലുണ്ട്. കർത്താവെ, അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ സ്തുതിക്കും. അങ്ങയുടെ ഭക്തന്മാർ അങ്ങയെ വാഴ്ത്തും. അങ്ങയുടെ രാജ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അവർ സംസാരിക്കും. ദൈവത്തിന്റെ പരിപാലനത്തിനായുള്ള പ്രാർത്ഥന. യഹോവ വീഴുന്നവരെയെല്ലാം താങ്ങുന്നു. കുനിഞ്ഞിരിക്കുന്നവരെയെല്ലാം നിവർത്തുന്നു. സകലരുടെയും കണ്ണുകൾ അങ്ങയെ നോക്കി കാത്തിരിക്കുന്നു. തക്ക സമയത്ത് അവിടുന്ന് അവർക്ക് ആഹാരം നൽകുന്നു. അവിടുന്ന് തൃക്കൈ തുറന്ന് സകല ജീവജാലങ്ങളുടെയും ആഗ്രഹം തൃപ്തിപ്പെടുത്തുന്നു. യഹോവ തന്റെ സകല വഴികളിലും നീതിയുള്ളവനും തന്റെ സകല പ്രവൃത്തികളിലും ദയയുള്ളവനുമാകുന്നു. സാമീപ്യത്തിനായുള്ള പ്രാർത്ഥന. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്നെ ഭയപ്പെടുന്നവരുടെ ആഗ്രഹം അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. യഹോവ തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കാക്കുന്നു. എന്റെ വായ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. സകല ജഡവും അവിടുത്തെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ.